ടോട്ടൽ ഫോർ യു തട്ടിപ്പ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന സമയത്ത് ശബരിനാഥിനോടൊപ്പം പറഞ്ഞു കേട്ട ഒരു പേരാണ് സുധീർ നമ്പ്യാരുടേത്. മാത്രമല്ല, കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള മണൽ കടത്ത് അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. ഒരു പാലം പണിയുടെ പേരിൽ വിവാദം ഉണ്ടാക്കിയതാണ്. ഈ കാർഗോ എന്ന് പറയുന്നത് ഒരു ലാഘവത്തോടു കൂടിയാണ് ശക്തി SR പറഞ്ഞിരിക്കുന്നത്. ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. അത് വലിയൊരു തട്ടിപ്പാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മായനാജി നടത്തിയതാണിത്. ഈ കാർഗോ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പല കള്ളക്കടത്തുകൾക്കും പിന്നിൽ കാർഗോയാണ്. അതിലൂടെ വരുന്ന പല പോസ്റ്റുകളിലും സാധനങ്ങളിലും നടത്തുന്ന വലിയ തട്ടിപ്പുകൾ കഴിഞ്ഞ തവണ നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയൊക്കെ സന്ദർഭത്തിൽ പിടിച്ചതാണ്. ഇതൊരു മാഫിയ സംഘമാണ്. ഈ മാഫിയ സംഘം കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്തും കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തി അത് നടത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമമാണ് നടന്നത്. മാധ്യമങ്ങളെല്ലാം ശക്തമായി ഇടപെട്ട് ഇതൊരു സദാചാര ധാർമ്മിക വിഷയമായി CPMൻ്റെ തലയിൽ വന്ന് പതിച്ചപ്പോൾ മാത്രമാണ് EP ജയരാജൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ അവരെ ഒഴിവാക്കിയെന്ന് പറഞ്ഞത്. വിശ്വസനീയമല്ല. അങ്ങനെ സദാചാരത്തെക്കുറിച്ച് അവർക്ക് പറയണമെങ്കിൽ സ്വന്തം ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യ ദീപ്തി നമ്പ്യാരെ അനധികൃതമായി കണ്ണൂരിൽ ക്ലേസ് ആൻഡ് സിറാമിക്സിൽ നിയമിച്ചതടക്കം പിൻവലിക്കണം. ഇതൊന്നും തയ്യാറായിട്ടല്ല. ഇനി ആനത്തലവട്ടം ആനന്ദൻ്റേത് വരുന്നു, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ മക്കൾ വരുന്നു. ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ PSC നിയമനങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്തിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 50 ലക്ഷത്തിലധികം ആളുകൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുന്നു. എന്തെയും മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും മക്കളുടെ തൊഴിലില്ലായ്മ മാത്രം പരിഹരിക്കാനാണോ ഈ ഗവൺമെൻറ് വന്നിരിക്കുന്നത്? ഇത് ശരിയായ നിലയിൽ പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആദ്യത്തെ 2.5 മാസം കൊണ്ട് ഈ രണ്ട് ഗവൺമെൻറ്റുകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കൺസ്യൂമർ ഫെഡിൽ നടന്ന അഴിമതിക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ നിയമിച്ചതിൻ്റെ പിന്നിൽ ജയരാജനാണെന്ന് ഭംഗ്യന്തരേണ പരോക്ഷമായിട്ട് സഹകരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസമാണ് സൂചിപ്പിച്ചത്. ഇതെല്ലാം വെളിവാക്കുന്നത് മുഖ്യമന്ത്രിയുടെ വളരെ അടുപ്പക്കാരനാണ് ജയരാജൻ. മുഖ്യമന്ത്രി ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ജയരാജൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം. കാരണം രണ്ടാമനെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ്. പിണറായി വിജയൻ്റെ വലങ്കൈയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിനൊക്കെ നാളെ മറുപടി പറയേണ്ടതായിട്ട് വരും. ശ്രീ CR നീലകണ്ഠൻ, കടുംപെട്ട് തീരുമാനങ്ങൾ ഏറ്റവും ശക്തമായി ഉയർത്തിക്കാട്ടി അത് എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും സുതാര്യമായി ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് എന്ന് മാതൃകയായി സ്വയം പ്രഖ്യാപിച്ച് പ്രവർത്തിക്കേണ്ട ഉത്തരവാദപ്പെട്ടവർ. അതിലൊരാളാണ് ഈ പറയുന്ന കെ സുരേന്ദ്രൻ പറയുന്ന പോലെ രണ്ടാമനാണ് ഇത്തരമൊരു കാര്യം ചെയ്തിരിക്കുന്നത്. ശ്രീ CR നീലകണ്ഠനുമായി സാങ്കേതിക പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. വേഗം അത് തീർക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ KM ഷാജഹാൻ, 2006 കാര്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പരാമർശിച്ചു. ശ്രീ SRS വളരെ മോശപ്പെട്ടൊരു കാര്യമെന്ന നിലയിൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. അങ്ങ് ആ ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളാണ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. 2006-11 കാലത്താണ്, അന്ന് ഞാനല്ല. 2006-11 കാലത്താണ്, അന്ന് അങ്ങില്ല. അങ്ങനെയെങ്കിൽ അതെൻ്റെ പിഴവ്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം എന്തായാലും VS അച്യുതാനന്ദൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ നടന്നതാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് VS അതിന് മൗനാനുവാദം നൽകി? ഇപ്പോൾ ഒരു കാര്യം പുറത്തറിഞ്ഞപ്പോൾ അതിവേഗത്തിൽ പിണറായി വിജയൻ പ്രതികരിക്കുകയുണ്ടായല്ലോ. അതിനേക്കാൾ എത്ര മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. അങ്ങനെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ട്? പിന്നെ ഏതാണ്ട് 2 വർഷം വരെ അത് നിൽക്കുകയും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഈ മരുമകൾക്ക് കിട്ടുന്ന ഒരു നില വരെ എത്തിച്ചതിന് ശേഷമാണ് ആ നിയമനം പിന്നെ റദ്ദാക്കപ്പെട്ടതെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയധികം അത് അനുവദിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇത് ഈ 2006-11 കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ സംഭവം വന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ജനശക്തി എന്ന് പറഞ്ഞ വാരികയാണ് അത് ആദ്യം പുറത്തു കൊണ്ടുപോകുന്നത്. KM എപ്പോഴാണ് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകുന്നത്? അത് 5 വർഷം വിട്ടുപോയതല്ല, അതുമായിട്ട് ഇപ്പോൾ പഴയ സഹകരണം ഇല്ലെന്നേ ഉള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്, ജനശക്തിയുടെ കാര്യമല്ല. VS ബന്ധം പൂർണ്ണമായും വിട്ട വർഷം ഒന്ന് പറയാമോ? ഞാൻ 2010-ലായിരുന്നു. 2010-ലാണ് പരസ്യമായി ഞാനൊരു നിലപാട്. ഞാൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് കുക്കായി നിയമിച്ചു. അല്ലല്ല, 2010-ലാണ് KM പോകുന്നത്. അല്ല, 2006-ലാണല്ലോ പുറത്താക്കുന്നത്. 2010 വരെ എനിക്ക് നേരിട്ടും അല്ലാതെയും ബന്ധങ്ങളുണ്ടായിരുന്നു VS-മായി. അപ്പോൾ ആ പീരീഡിലാണ് ഇതൊക്കെ നടക്കുന്നത് KM? അതെ, ആ പീരീഡിലാണ് നടക്കുന്നത്. ആ പീരീഡിൽ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരങ്ങൾ നേരിട്ടും അല്ലാതെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ സ്ത്രീയെ കുക്കായി നിയമിച്ചു.
വിവാദം വന്നപ്പോൾ അവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സുധീർ നമ്പ്യാരുടെ കാര്യം വേണമെങ്കിൽ സാങ്കേതികമായി പിണറായി വിജയൻ കണ്ടിട്ടില്ല എന്ന് പറയാം. ആ കടലാസ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിർബന്ധമായി വരണമെന്നില്ല, ഒരു മന്ത്രിക്ക് ഒളിച്ചു വെക്കാം. പക്ഷേ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ CM അല്ലേ അവസാനത്തെ തീർപ്പ് കൽപ്പിക്കുന്നയാൾ? അപ്പോൾ CM അറിയേണ്ടതാണല്ലോ അത് എന്ന് പറയുമ്പോൾ അന്ന് VS അറിയേണ്ടതാണല്ലോ അത്. അല്ല, സ്വാഭാവികമാണല്ലോ. VS അറിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇവർ വീണ്ടും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തുറന്നപ്പോഴും അദ്ദേഹം മൗനം പാലിച്ചത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പൊതുവായിട്ട് പറയാൻ നിർത്തിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. പൊതുമേഖല എങ്ങനെ പരിഷ്കരിക്കണമെന്നും പൊതുമേഖലയിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കണമെന്നും രായ്ക്ക് രാമാനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഇടതുപക്ഷം. ആ ഇടതുപക്ഷം എന്താ ഇപ്പോൾ കാണിക്കുന്നത് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉണ്ണിത്താൻ ഇവിടെ സുധീർ നമ്പ്യാരുടെ കാര്യം പറഞ്ഞു, സുരേന്ദ്രൻ സുധീർ നമ്പ്യാരുടെ ഭാര്യയുടെ കാര്യം പറഞ്ഞു, ഇടയ്ക്ക് ആരോ ആനത്തലവട്ടം ആനന്ദൻ്റെ കാര്യം പറഞ്ഞു. ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ ജീവനെ കിൻഫ്രയിലെ അപ്പാരൽ പാർക്കിൻ്റെ MD ആയി നിയമിച്ചു എന്നാണ് അറിയുന്നത്. നായനാരുടെ കൊച്ചുമകൻ സൂരജ് രവീന്ദ്രനെ കിൻഫ്രയുടെ ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൻ്റെ MD ആയി നിയമിച്ചു എന്നും സ്ഥാനമേറ്റെടുത്തു എന്നുമാണ് കേൾക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ചർച്ചയുടെ ഇടയിൽ തന്നെ ഒരു 3-4 പേരുടെ പേരുകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അത് ആനത്തലവട്ട ആനന്ദൻ്റെ മകനെക്കുറിച്ച് കേട്ടത് അത്ഭുതകരമാണ്. കാരണം ഒരുപാട് ഈ ഗാർമെൻറ്റ് കമ്പനികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിൻഫ്ര അപ്പാരൽ പാർക്ക്. ആ അപ്പാരൽ പാർക്കിൽ ഏതോ ഒരു തുണിക്കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു അത്ര ഈ ആനത്തലവട്ട ആനന്ദൻ്റെ മകൻ. അദ്ദേഹം ഇപ്പോൾ ഈ തുണിത്തരം സ്ഥാപനങ്ങളുടെ എല്ലാം ഒരു സമുച്ചയത്തിൻ്റെ MD ആയിട്ട് അവിടെ വാഴുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് കമ്പനികളുള്ള കിൻഫ്ര പാർക്കിൻ്റെ മൊത്തം സ്ഥാപനങ്ങളുടെ MD ആയി കോഴിക്കോട് കൃഷ്ണൻ നായരുടെ മകൻ്റെ പേരും കേൾക്കുന്നുണ്ട്. അപ്പം പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്കെതിരെ ശക്തിപ്പെടണമെന്നും അവർ വലിയ ലാഭം ഉണ്ടാക്കണമെന്നും പറയുകയും അങ്ങനെ പറഞ്ഞ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വന്തം മക്കളെയും മരുമക്കളെയും ഒരു ഉളുപ്പില്ലാതെ ആ സ്ഥാനങ്ങളിൽ കയറ്റി ഇരുത്തുകയും അതിന് ന്യായീകരണങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതിന് ന്യായീകരണങ്ങൾ പറയുകയാണ്. ഇപ്പം എന്താണ് SR ശക്തിനോട് എന്താണ് പറഞ്ഞത്? അത് കാർഗോയുടെ പ്രശ്നമാണ്, അവിടെ എന്നെ ഇരുത്തിയാലും എന്ന് പറയുമ്പോൾ എത്ര ഒരു ഡിമീനിങ് ആയിട്ടാണ് ഈ പൊതുമേഖലയെക്കുറിച്ചിട്ട് ഈ ആളുകൾ പറയുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് കൊണ്ടുവരുന്ന ആൾക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഒന്നുമില്ല, ആരെ ഇരുത്തിയാലും അത് ഞങ്ങൾ നടത്തും എന്ന് പറയുന്ന ആ ഒരു ഉളുപ്പില്ലായ്മയും ഒരു ആദർശ ശുദ്ധിയില്ലായ്മയും ഷാജകാരെ പലയിടത്തും ഇരുത്തിയത് കഴിവുണ്ടായിട്ടാണ്, ഒന്നുമല്ല. അതൊക്കെ സ്ഥാനം കൊടുത്തു കഴിയുമ്പോഴാണ് അതൊക്കെ വരുന്നത്. അല്ല ശരി അല്ല, തീരെ വ്യക്തിപരമായ ഒരു തലത്തിലേക്ക് നിങ്ങൾക്കിടയിൽ പോകരുത് ചർച്ച. ഇനി രണ്ടാമതൊരു കാര്യം ഇനിയിപ്പോൾ ദൈവസിദ്ധമായി കിട്ടുന്ന ഒരു സംഗതിയാണ്. ശരി, ഇനി പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ അങ്ങനെ മറ്റു പരിമിതികൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മന്ത്രിയാവെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള പിള്ളേർക്കൊക്കെ അത്ര ബുദ്ധിയില്ലാത്തവர்களാണ്. ഞാൻ അറിയാതെ ചോദിക്കുക. ശരി, അതിലേക്ക് വരാം. ശ്രീ KM ഷാജഹാൻ, ഇനി അതവിടെ നിൽക്കട്ടെ. സുരേന്ദ്രൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമോ, ഈ സുധീർ നമ്പ്യാർ ബന്ധപ്പെട്ടിരുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിനാണ് ആരോഗ്യമന്ത്രിയായി PK ശ്രീമതി അമ്മ ഇരിക്കെ സർക്കാർ ആശുപത്രികളിലേക്കുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള അനുമതികൾ കിട്ടിയിരുന്നത് എന്ന്. ഇത് നഗ്നമായ അഴിമതിയല്ലേ? അല്ല, അതിനെക്കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. അത് VS അച്യുതാനന്ദൻ അപ്പോഴും കണ്ടില്ല എന്ന് നടിച്ചോ? അല്ല, VS അച്യുതാനന്ദൻ അന്ന് കണ്ടില്ലായിരുന്നു എന്ന് നടിക്കുന്നു. ഇപ്പോൾ ഈ സംഭവം വന്നപ്പോൾ VS അച്യുതാനന്ദൻ്റെ പ്രതികരണം എന്താണ്? അത് എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദൻ പ്രതികരിക്കാതിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയത്തിലും പ്രതികരിക്കാതെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് എന്താ ശരിക്കും സംഭവിച്ചത്? ഈ പറയുന്ന സുധീർ നമ്പ്യാറും കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകനാണോ ഇളയ മകനാണോ എന്ന് എനിക്കറിയില്ല, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ, അവരാണ് കേരളത്തിൽ മരുന്ന് മുഴുവൻ വിതരണം ചെയ്യുന്ന ഒരു കമ്പനി, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഔഷധങ്ങളും വിതരണം ചെയ്യാൻ വേണ്ടി ഈ 2 സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് താൻ സൂചിപ്പിച്ചു. ആ തട്ടിക്കൂട്ട് കമ്പനിയുടെ ഭാഗമായിട്ടാണ് 5 വർഷക്കാലം കേരളത്തിൽ മരുന്ന് വിതരണം മുഴുവൻ നടന്നത്. വേണു, ആ മരുന്ന് വിതരണം നടന്നതിൽ അതിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വിറ്റു, അത് കഴിച്ച ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ആ കാലത്തൊരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി ആ 5 വർഷക്കാലം കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് വിൽപ്പന നടത്തിയ ഈ സ്ഥാപനം അതിനുശേഷം UDF സർക്കാർ വന്നപ്പം അപ്രത്യക്ഷമായി. ആ സ്ഥാപനം ഇന്നില്ല. അപ്പോൾ അതൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അന്നൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അന്ന് അച്യുതാനന്ദൻ അതിനെക്കുറിച്ചിട്ടൊന്നും മിണ്ടിയിട്ടില്ല.
ഇപ്പോഴത്തെ റിയാബിനെ കുറിച്ച് പറഞ്ഞല്ലോ. റിയാബ് എന്ന് പറഞ്ഞ സ്ഥാപനം 21 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ തീരുമാനിച്ച് അതിൻ്റെ അഭിമുഖമെല്ലാം നടത്തി വെച്ചിരിക്കുകയായിരുന്നു. അറ്റ്ലീസ്റ്റ് 15 years of experience, of which 5 years as independent executive at senior level of a reputed organization എന്നാണ് പറയുന്നത്. അവിടെ MD ആയിട്ടിരിക്കാനായിട്ടാണ് ഞാനായാലും പറ്റും എന്ന് ഇവരെ എടുത്തത് റിയാബല്ല, ഷാജഹാൻ ഇപ്പൊ ഈ പറയുന്ന റിയാബല്ല. PSUകളുടെ തലപ്പത്തേക്ക് വരുന്നതിനും യോഗ്യതകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. യോഗ്യതകളുണ്ട്. ആ 21 സ്ഥാപനത്തിൽ 4 സ്ഥാപനങ്ങളിൽ ഉള്ള ആളുകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി വേറൊരു കഥ ഞാൻ പറയാം. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനം മറ്റേ കൊല്ലത്തുള്ള ഒരു സ്ഥാപനമുണ്ട്, ആ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പെങ്ങളുടെ മകൻ, കോടിയേരി ബാലകൃഷ്ണൻ പെങ്ങളുടെ ഭർത്താവ്, അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു സെക്ഷൻ ഓഫീസറായിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ